നമസ്കാരം. ഇന്ന് ദുഃഖവെള്ളി. അപ്പോഴും പെണ്ണിൻ്റെ സാധനത്തിൽ വിരലിട്ട കാര്യമാണ് ഞാൻ പറയാൻ പോണത്. പള്ളിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ആയതുകൊണ്ടാണ് ഇപ്പം എനിക്ക് ദുഃഖവെള്ളി ഓർമ്മ വന്നത്. പണ്ടൊക്കെ ദുഃഖവെള്ളി എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ ഒരു വീടുകളിലൊക്കെ ഒരു ശ്മശാന മൂകത. ഓരോ വീടുകളിലും ദേവസ്വവിളിയും വിലാപഗാനങ്ങളും മരമണി കിലുക്കലും. ഇന്നൊക്കെ മരമണി എവിടെയെങ്കിലും ഉണ്ടോ? യേശു അനുഭവിക്കാൻ പോണ പീഡാനുഭവങ്ങൾ ഓർത്ത് എല്ലാവരും എന്തോ ഒരു വിഷമം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ സംഭവിക്കാൻ പോണ പോലെ. കള്ള് ഷാപ്പിലും ചാരായ ഷാപ്പിലും ഒന്നും ആരും കയറി അന്ന് കുടിക്കൂല. കാരണം യേശു അനുഭവിക്കാൻ പോണ ആ പീഡാനുഭവം നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോവുകയാണെന്നുള്ളൊരു ഫീലാണ് അന്നൊക്കെ. ഇന്ന് വീഞ്ഞും പോർക്കൊക്കെ അടിച്ച് കയറ്റി പെണ്ണുപിടിയന്മാർ, അച്ഛന്മാർ ഒരുപാട് മനുഷ്യരുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇപ്പന്മാർ കുർബാന ചെല്ലുമ്പോന്മാരെ ചന്തിയാണ് കാണിക്കണത്, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞവന്മാരെ അണ്ടീൻ്റെ ഭാഗമാണ് കാണിക്കേണ്ടത്. ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള കച്ചറ. പിന്നെ ഇപ്പോൾ പള്ളി എന്ന് പറഞ്ഞാൽ മാമോദീസ, മനസ്സമ്മതം, കല്യാണമൊക്കെ നടത്തുന്ന ഒരു ആഫീസ്. അതൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്ഥലം, ആൾ കൂടാനുള്ളൊരു സ്ഥലം. അതിൻ്റെ ഇപ്പുറത്ത് പാരിഷ് ഹാളുണ്ടെങ്കിൽ കല്യാണത്തിനൊക്കെ ഭക്ഷണവും കെങ്കേമും, പിന്നെ ചത്ത കുഴിച്ചിടാൻ കുറച്ച് സ്ഥലങ്ങളും. ഇതൊക്കെയാണ് ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യന് പള്ളിയായിട്ട് ബന്ധമില്ലെങ്കിൽ, പള്ളിനോട് ബന്ധമില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. പക്ഷെ എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ ആ വഴിക്ക് പോയിട്ട് വർഷങ്ങളായി. എനിക്ക് അവന്മാരുടെ ഒരു സർവീസും ആവശ്യമില്ല. വീഞ്ഞും പോർക്ക് അടിച്ച് കയറ്റി വൈരാഗ്യ ബുദ്ധിയും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കണം പെണ്ണുപിടിയന്മാരുടെയൊക്കെ ഒരാൾക്കൂട്ടം. അതുപോട്ടെ, വെള്ളിയാഴ്ച അല്ല, ഇനി കൂടുതൽ ഓവറാവണ്ട. ഇത് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു വികാരി അച്ഛനാണ്, ഗോതുരുത്ത ഭാഗത്ത്. അതേപോലത്തെ ഒരു തുരുത്താണ്. എൻ്റെ പേരെൻ്റെ നാവിന് തുമ്പിൽ വരണില്ല. വികാരിനെ അങ്ങോട്ട് കൊണ്ടാക്കാൻ പോവുക. ആക്കാൻ പോകുമ്പോൾ വലിയൊരു ബോട്ട്, അതായത് അവിടെ വരാപ്പുഴ എറണാകുളം സർവീസ് നടത്തുന്ന ബോട്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഈ ബോട്ടിൽ നിറച്ച് വിശ്വാസികൾ, ആണും പെണ്ണും വയസ്സായവരും ഒക്കെ ഉണ്ട്. അച്ഛനെ കൊണ്ടേ ആക്കുക, അവിടെ ചെന്നിട്ട് തിരിച്ചു പോരെ. അന്നങ്ങനെയൊക്കെയാണ് വികാരികളെ കൊണ്ടുപോരും. അന്നൊക്കെ തന്നെ ഞാൻ പള്ളിയിൽ ആക്റ്റീവാണ്. ഈ കുർബാന എന്നൊക്കെ പറഞ്ഞാൽ കുർബാനയിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് ബൈ ഹാർട്ടാണ്. ഇന്നിപ്പോൾ അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം അവിടെ ഈ ഗോതുരുത്തൊക്കെ കൊട്ടോടി വാറ്റിൻ്റെ കേന്ദ്രം. കൊട്ടോടി എന്ന് പറഞ്ഞാൽ വ്യാജ ചാരായം. അങ്ങനെ കൈക്കാരന്മാർ ഇങ്ങനത്തെ കുറച്ച് പള്ളിയിലെ പ്രധാനികളൊക്കെ ഉണ്ട്. അവിടെ എത്തി ഒരു കുഴപ്പമില്ലാതെ കുറഞ്ഞൊരു മഴയുണ്ട്. ഇവന്മാർക്ക് അവിടെ സെറ്റപ്പ് ആരോടൊക്കെ പറഞ്ഞ് സാധനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവർ സാധനം അടിച്ച് തിരിച്ച് പോലും അച്ഛനെ കൊണ്ടേ ആക്കിയിട്ടല്ലേ പോരണത്. വെള്ളം അടിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വേറൊരു മോഡലായി, മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഏതോ ഒരു ജെട്ടിയിൽ ആ ബോട്ടിലൊരു പണിക്കാരൻ ഇറങ്ങണം. അതിനു വേണ്ടി നിർത്തി കൊടുത്ത് ബോട്ട് നിർത്തി പുറത്തിറങ്ങിയപ്പോൾ ആ ബോട്ടിലെ പഴയൊരു പണിക്കാരൻ എന്തോ ആ ബോട്ടിൽ നിലവിലുള്ള പണിക്കാരോട് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നു. അത് അവർ തമ്മിൽ തീരേണ്ട ഒരു കാര്യമാണ്. പക്ഷേ കൈക്കാരന്മാർ വൃത്തിയേട്ടന്മാർ വെള്ളത്തിലല്ലേ. ഇവരിറങ്ങിച്ചെന്ന് എന്താ അതാണൊക്കെ ചോദിച്ചു. അന്യനാട്, അത് ഏതോ ഒരു സുരത്തിൽ ഇവന്മാരെ അടിക്കാനൊക്കെ ഒന്നും തള്ളും അടി തുടങ്ങി. അല്ലേ ഞങ്ങളോട് പറഞ്ഞ് അതാ അയാളൊക്കെ അടിക്കുന്നുണ്ട് പറഞ്ഞു പെണ്ണുങ്ങൾ. അല്ലെ ഞങ്ങൾ ചാടി പുറത്തിറങ്ങി അവരെയൊക്കെ എസ്കേപ്പാക്കി മറ്റവന്മാർക്കിട്ട് ഒരു അടിയൊക്കെ കൊടുക്കേണ്ടി വന്നു. ഏതായാലും ഞങ്ങളവിടെ നിന്ന് എസ്കേപ്പായി ബോട്ട് അവിടെ നിന്ന് എടുത്ത്. ബോട്ടിൽ മുകളിൽ ഡ്രൈവറും അടിയിലാണ് എൻജിൻ റൂം. അപ്പോൾ ഒരേ ബെല്ലടിക്കണതിനനുസരിച്ച് ഒരേ സാധനം ആക്സിലേറ്റർ കൊടുക്കുക, ഇതൊക്കെ വേണം. ആ ആൾ ഓടിക്കളഞ്ഞു.
ഞങ്ങളുടെ ബോട്ടിൽ വേറൊരാളുണ്ടായിരുന്നു ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്ന ആൾ. അപ്പം മുകളിലത്തെ ആൾ പറഞ്ഞ് വേഗം ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ പ്രശ്നമാവും, നിങ്ങളിത് ഞാൻ പറഞ്ഞ ബെല്ലടിക്കണ അനുസരിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഏതായാലും ബോട്ട് അവിടെ നിർത്ത് കുറേ ഇങ്ങനെ പോരുമ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി പോകണം. അപ്പോൾ ഈ അടി കൊണ്ടവർ വാഹനത്തിന് റോഡ് മാർഗം ഞങ്ങളെ പിന്തുടരുന്നുണ്ട്. സംഗതി വിചാരിച്ചെടുത്ത് നിൽക്കില്ല. അങ്ങനെ പോകുന്നതുകൊണ്ടൊക്കെ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യണമെങ്കിൽ വേലിയേറ്റ സമയമാണ്. അപ്പോൾ ഈ മുകളിലെ ഇഞ്ചൻ ഈ ബോട്ട് നിയന്ത്രിക്കണ ആളുടെ സ്റ്റിയറിംഗ് വീലൊക്കെ ഉള്ള ഒരു ഇതുണ്ട്, ഒരു ബോക്സ് പോലത്തെ, അതിൻ്റെ ടോപ്പ് അഴിച്ച് വെക്കണം, എന്നാലേ പാലത്തിൻ്റെ അടിയിൽ കൂടി വേലിയേറ്റ സമയത്ത് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ 3-4 ആൾക്കാർ ബോളിൽ കയറി ആ ടോപ്പൊക്കെ അഴിച്ച് മാറ്റി. അപ്പോൾ ഉണ്ട് ബോട്ടിൻ്റെ കൺട്രോൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടിട്ട് ബോട്ട് ക്രോസായി വരണം. പുഴക്ക് പാലത്തിൻ്റെ അടി പോയി തൂണുമേ തട്ടും. അതിൽ പിന്നെ കഴുക്കോലൊക്കെ ഇട്ട് കുത്തി അങ്ങനെയൊക്കെ പാലം കിടന്നു. അപ്പം ആ പാലത്തിൻ്റെ മുകളിലെത്തി അടി ഉണ്ടാക്കിയ ശത്രുക്കൾ. പിന്നെ പറഞ്ഞ് പേടിക്കാനില്ല, ഇനി റോഡ് മാർഗം നമ്മളെ പിന്തുടരാൻ പറ്റില്ല, നമ്മളവിടെ നിന്നൊക്കെ പോകുന്ന പറഞ്ഞു. അങ്ങനെ ആശ്വസിച്ച് ഞങ്ങളൊക്കെ ബോട്ടിലിരിക്കുക. ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട് ഒരടിയൊക്കെ എനിക്കൊക്കെ. ഒരു കാര്യമില്ലാത്തതിൽ പോയി ഇടപെട്ടതാണ്. അതിൽ പിന്നെ കൈക്കാരന്മാരുടെ പത്തിയൊക്കെ അടങ്ങി മിണ്ടാണ്ട് പെണ്ണുങ്ങളൊക്കെ ചീത്ത പറങ്ങൾ കാരണം ഇവിടെ ഇപ്പം ഇവർ രക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്തായിരുന്നു ആ സ്ഥിതി. വണ്ടിയിൽ ഈ ബോട്ടിൽ ഇത്ര സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, എൻ്റെ നാട്ടിൽ അവർ വന്ന് ആക്രമിച്ചിരുന്നെങ്കിൽ എന്തായെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവർ അണ്ണാക്കിലൊക്കെ പഴം തിരിക്കുമല്ലേ. പിന്നെ ബോട്ടിങ്ങനെ പോകുന്നതുകൊണ്ടിരിക്കുക, മഴയും പെയ്യുണ്ട്. അപ്പോൾ ഈ പർദ്ദ താത്തിടും, ബോട്ടിനുണ്ട് പർദ്ദയൊക്കെ. അപ്പോൾ ഞാനിരിക്കണത് ഈ ഇഞ്ചനൊക്കെ അടിയിലാണല്ലോ, അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പോകും. ഇഞ്ചിൻ്റെ റൂമിൻ്റെ 2 സൈഡിൽ കൂടി വഴിയാണ്. അത് കഴിഞ്ഞാൽ സ്റ്റെപ്പ്, അവിടെ ഇങ്ങനെ ഹള്ള്, അവിടെ എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കണ സ്ട്രീറ്റുകളാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു പെണ്ണുണ്ട്, അവള് തോട്ട കാണിച്ചേ നടക്കുള്ളൂ. അന്നൊക്കെ ഹാഫ് സ്കർട്ട് എന്ന് പറഞ്ഞാൽ തോട്ട ഭംഗിയുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാണിക്കും പെണ്ണുങ്ങൾ. അത് കാണാനൊരു രസമാണ്. ഇന്ന് ചുരിദാറിട്ട് നാശമാക്കി കളഞ്ഞു. ഒരു തോട്ടയും കാണാൻ ഒരു ചാൻസില്ല. കേരളത്തിൻ്റെ സംസ്കാരമാണ് വല്ല ചുരിദാറൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നതാണ്. അതും പോട്ടെ. അപ്പോൾ ഈ പെൺകുട്ടി തോട്ടം നല്ലോണം കാണിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഒപ്പമൊക്കെ ആക്റ്റീവായി അടിക്കൊക്കെ പുറത്തിറങ്ങിയ ഒരുത്തനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ സൈഡിലാണ് ഇരിക്കണമെങ്കിൽ ഇരിക്കുക, അന്നേരം അവളെ ഞാൻ നിൽക്കുക. വെള്ളത്തോട്ടേൻ്റെ മുക്കാൽ ഭാഗവും കാണും. അപ്പോൾ ഇവന് എടപ്പള്ളി കൂടി ഇവരുടെ ഒരു ബസ് ഓടുണ്ട്, കളമശ്ശേരി ഫോർട്ട് വെച്ച്. ഇവൻ കുറച്ച് റിച്ചാണ്, മോട്ടോർ സൈക്കിളുണ്ട്. അപ്പോൾ ഇവൾക്കൊരു കാമുകനുണ്ട്, പ്രസ്സിലെ പണി, അവനുണ്ട് ഈ ബോട്ടിൽ. ഇവനിതറിയാം പ്രേമുണ്ടെന്ന്. എന്നിട്ട് എന്ത് ചെയ്ത്, നല്ല മഴയും തണുപ്പൊക്കെയല്ലേ, ഇവന് ഇവളുടെ തോടേൻ്റെ ഉള്ളിൽ കൂടിയാണ് കൈയിട്ട്, ഡയറക്റ്റാണ് കൈയിട്ട് സദ്യമേ പിടിക്കുക. ഞാനിങ്ങനെ കാണുന്നുണ്ട്, എൻ്റെ മുഖത്തോട്ട് കണ്ടിരിക്കുക. അപ്പോൾ ഞാനും ആയിക്കോട്ടെ എന്നുള്ളത് മൈൻഡ് ചെയ്യാത്ത പോലെ. അപ്പോൾ ഇവള് ചുറ്റും നോക്കിയപ്പോൾ ആരും അങ്ങോട്ട് നോക്കാനില്ല. അതിൽ ഇവളുടെ സഡിൻ്റെ ഉള്ളിൽ ഇവൻ വിരലിടൽ പോയി. വിരലിടലെന്ന് പറയുമ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കല്ലേ ബോട്ട്. സന്ധ്യയാകും അവിടെ എത്താൻ. ഇപ്പം വൈകുന്നേരമായിട്ടുള്ളൂ, ഇപ്പം പണി തുടങ്ങിയിട്ടുള്ളൂ. എന്തിനാ പറയണ്. പിന്നെ അവളവിടെ ഇരുന്ന്. അപ്പോൾ ഇവന് സുഖമായി, സൈഡിൽ കൂടി അങ്ങനെ പിടിച്ചാൽ മതി. ഒരു കാലം പൊന്തിച്ച അവളിരിക്കണത്. വേറെ ആരും ഇത് ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ കാണൂല. കാരണം ഇവൻ്റെ ഇരുത്തം അതൊക്കെ ഇപ്പം എനിക്ക് പറഞ്ഞ് കറക്റ്റ് തരാൻ പറ്റൂല. ആ ഇരിക്കണ പൊസിഷൻ ഒരു മനുഷ്യന് ഇവൻ ചെയ്യണ കാണാൻ പറ്റൂല. എനിക്ക് കാണാം, കാരണം ഞാനിത് തുടക്കം മുതൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ തൊടേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അന്ന് മേനക ഉണ്ടല്ലോ, എറണാകുളം, ഇപ്പോഴത്തെ പെൻഡാ മേനക, അതിൻ്റെ മുമ്പിലെ റോഡേ അന്നുള്ളൂ. പിന്നെ കളക്ടർ കൃഷ്ണകുമാർ വന്നപ്പോഴാണ് പുഴ കായൽ നികത്തി. അത് പെൻഡാമേനകൻ്റെ സൈഡിൽ കായലായിരുന്നു. ഈ കായൽ നികത്തി ആലോ ഭാഗത്തേക്കുള്ള റോഡിൻ്റെ പണി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം പെൺകുട്ടികൾ സ്കൂൾ വിട്ടാൽ, സെൻട്രൽ ക്ലാസ്സൊക്കെ വിട്ടാൽ, കോളേജൊക്കെ വിട്ടാൽ നേരെ ഇങ്ങോട്ടാണ് വരിക. നീ ചെറിയ പാവാടെ. ചില കുട്ടികൾക്കൊക്കെ തോടേമേൽ ചെറുപ്പത്തിൽ ചൊറി വന്ന പാടൊക്കെ ഉണ്ടാവും. അവർ കൂടുതൽ കാണിക്കില്ല. എന്നിട്ട് ഇവർ വരുമ്പോൾ ഈ മഴക്കാലം ചെറിയ ചാറ്റൽ മഴ,
ഒരു കയ്യിൽ പുസ്തകം, ഒരു കയ്യിൽ കുട. അപ്പോഴാണ് ഈ പടിഞ്ഞാറുനിന്ന് കാറ്റ് വീശി അടിക്കണം. സകല പെണ്ണുങ്ങളിലും തുണി പൊന്തും. ഷഡ് ഇങ്ങനെ കാണാം, വെറൈറ്റി തുടകൾ. അന്നൊക്കെ കണ്ണിന് പെരുന്നാളായിരുന്നു. ഇന്ന് കേരളത്തിൻ്റെ തനിമ തേങ്ങാക്കോൽ എന്ന് പറയുന്ന ചുരിദാർ കുറേ കാലമായിട്ട് ഇവിടെ ഉണ്ട്. ഈ ഹാഫ് സ്കർട്ട് കഴിഞ്ഞ് മിഡി ഇങ്ങനത്തെയൊക്കെ വന്ന് പിന്നെ ചുരിദാർ ഫിക്സായി. അത് പോട്ടെ, നമ്മൾ വിരലിട്ട കേസിക്ക് വരാം. ഏതായാലും ഇവർ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെൻ്റായി. ആ വണ്ടിയിൽ നിന്ന്, ആ ബോട്ടിൽ നിന്ന് അന്ന് രാത്രി ഇവൻ പോയിട്ട് അവളെ കളിച്ചെന്നല്ല, ഇവളത്ര കമ്പിയാക്കി. അന്ന് ഇവൾക്ക് പ്രേമമുള്ളതും ഇവനറിയും. പക്ഷെ ഇവൻ ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടന്നുകൊണ്ട് അവൾ സമ്മതിച്ച്. അപ്പം അവളുടെ വീട്ടിൽ അങ്ങനെ ഡിസ്റ്റർബില്ല. എന്നാൽ അവളുടെ മുറി പോയി അസ്വസ്ഥമായിട്ട് കളിക്കാം രാത്രി. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർ അന്ന് ഓപ്പണിംഗ് ആയിരുന്നു. പിന്നെ ഇവർ അവിടെ അടുത്ത് തന്നെ ഈ പള്ളി പള്ളിൻ്റെ അടുത്താണ് ഇവളുടെ വീട്. എൻ്റെ വീട് ഒരു 1.5 കിലോമീറ്റർ അപ്പുറം. ഇവൻ സന്ധ്യ ആയാലും കുരിശുമണി കൊട്ടിക്കഴിഞ്ഞാൽ പള്ളീൻ്റെ സ്കൂള് 2-3 ബിൽഡിങ് 3-4 ഇവള് നേരെ ഇപ്പുറത്ത് കൂടി വന്നാൽ പള്ളീൻ്റെ സൈഡിൽ കൂടി സ്കൂൾ കോമ്പൗണ്ടിൽ കയറാം. ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ക്ലാസ് മുറി കയറിയാൽ അസലായിട്ട് കളിക്കാം. പിന്നെയും ഇവരുടെ പരിപാടി ഇതാ, സന്ധ്യക്ക് തന്നെ കളിക്കും. എത്ര നാൾ കളിച്ച് അതിൻ്റെ ഇടയ്ക്ക് കാമുകലവൾ പയപ്പിച്ച്, നീ ഞാനായിട്ട് ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് അവൻ്റെ കുറ്റം എന്തൊക്കെയോ പറഞ്ഞിട്ട്, അതായത് അന്നത്തെ കാലത്ത് ഇന്നത്തെ ഭാഷയെ പറഞ്ഞ തേക്കൽ മറ്റവനെ തേച്ചില്ല. അച്ഛനല്ലെങ്കിൽ കല്യാണം കഴിക്കാനൊന്നും പ്ലാൻ ഉണ്ടായില്ല. കളിച്ചെന്ന് പറഞ്ഞ അന്ന് ഈ കളി തുടങ്ങുമ്പോൾ അവൾക്കൊരു 19 വയസ്സാണ്. ഒരു 25 വയസ്സൊക്കെ ആകാനായപ്പോൾ അവളുടെ കല്യാണം കഴിഞ്ഞ്. അതുവരെ ഇവൻ കളിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇവൻ കളിച്ചിട്ടുണ്ട്. ഇവിടെ വല്ല സദാചാരവും പൊളിഞ്ഞു വരിക. അവൾ സുന്ദരമായിട്ട് ജീവിക്കണം. ഞാൻ ഇന്നാളും കണ്ടു. അത്രേ ഉള്ളൂ. കളി കിട്ടണ ലാഭം എന്ന് കൂട്ടുക അത്ര. അതായത് വിരലിട്ടിട്ടാണ് ആ പഴയ പ്രേമം പൊളിച്ച് അന്നൊരു അച്ഛനെ കൊണ്ടുപോയാക്കാൻ പോയി തിരിച്ചു വരും. ഞങ്ങളന്ന് എത്തുമ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അന്നൊരു ഭീകര രാത്രിയായിരുന്നു. പക്ഷെ അവനെ സംബന്ധിച്ച് അത് നല്ലൊരു ദിവസമായിരുന്നു. ഏതായാലും വിരലിട്ട് പൊളിച്ച പ്രേമം, ഇതിനൊക്കെ സാക്ഷിയാക്കാൻ ഞാനുണ്ടായല്ലോ. ഇനിയിപ്പോൾ ദുഃഖമായിട്ട്, ഇനിയിപ്പോൾ നല്ലൊരു ദിവസമായിട്ട് വെള്ളിയാഴ്ചട്ട് വിരലിട്ട കഥയാണല്ലോ എനിക്ക് പറയാൻ തോന്നിയത്. അതല്ല, വിശ്വാസം നഷ്ടപ്പെടുത്തിയത് ഈ പുരോഹിതന്മാർ തന്നെ. വെള്ള അടിച്ച കുഴിമാടങ്ങൾ എന്നാണ് അവർ പറയുന്നത്. അവരോട് വിധേയത്വം കാട്ടി നിൽക്കണതിൻ്റെ ഒരു ഒറ്റ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മാമോദിസ ആയാലും മനസ്സമ്മതമായാലും കുർബാന കൈക്കൊള്ളലായാലും കല്യാണമായാലും മരണമായാലും ഇവന്മാർ രണ്ടി താങ്ങാൻ പോകണം. ഇല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിക്കളയും. എനിക്കിപ്പോൾ മരിച്ചാൽ ഇവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും മെഡിക്കൽ കോളേജിലെങ്കിലും കൊടുത്താൽ മതി. പിന്നെ കല്യാണം ഇതിനൊന്നും ഇപ്പോൾ പള്ളീൻ്റെ സർവീസ് വേണ്ട. ഇത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ച് ഞാനിപ്പോൾ ഇനിയിപ്പോൾ വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തി എന്നൊന്നും പറയണ്ട. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. ഐ ആം സോറി. നാളെ മറ്റന്നാൾ ഈസ്റ്റർ. അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. നമസ്കാരം.